വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ കുറച്ച് ക്ലാസ്സുകളെ അധികമൊന്നും ഞാൻ പഠിപ്പിക്കുന്നില്ല. 10, 40, 50 അല്ലെങ്കിൽ 30 വെച്ചിട്ടൊക്കെ പഠിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഇട്ട് അതങ്ങനെ തീർക്കാം. അതിൻ്റെ ഇടയിൽ ഏകദേശം കേരളം എന്ന് പറയുന്ന ഭാഗം നമ്മുടെ കംപ്ലീറ്റഡ് ആവാറായിട്ടുണ്ട്. കേരളത്തിൽ ഞാൻ കഴിഞ്ഞ മാസങ്ങളിലായിട്ട് ഇട്ടിട്ടുള്ള പുതിയ ടോപ്പിക്കുകളൊക്കെ LGS ഉൾപ്പെടുന്ന ഞാൻ ഇട്ടിട്ടില്ല. അത് ഞാൻ ഓരോ പ്രാവശ്യം പറയാറുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾ നോക്കി കാണണം. അതായത് കേരള ഫാക്സിന്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കേരളത്തിലെ കലാപങ്ങൾ, ഇന്നലെ ഇപ്പൊ സയൻസിന്റെ ഭാഗമായിട്ട് ആരോഗ്യക്ഷേമ പദ്ധതികൾ, ഇതൊക്കെ ഇടുണ്ടായി. അപ്പൊ അതൊക്കെ ഭംഗിയായിട്ട് ഇതിനൊപ്പം തന്നെ പഠിക്കുക. നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കാണോ ഇഷ്ടമില്ലാത്ത ടോപ്പിക്കാണോ എന്നുള്ളതിൽ പ്രസക്തി ഇല്ലാട്ടോ. അത് നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യരുത്. എത്ര ബോറിംഗ് ആണെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ജോലിയല്ലേ നമുക്ക് ആവശ്യം. നമ്മൾ ഭംഗിയായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. സംസാരിച്ച് ഞാൻ സമയം കളയില്ല, ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണെന്ന് പറയുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് നമുക്ക് പഠിക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരം എന്ന് യുനെസ്കോ പ്രഖ്യാപിച്ചത്, സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് കോഴിക്കോട് നഗരത്തെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരമാണ് കോഴിക്കോട് നഗരം. നോക്കൂ, വയനാട്ടിലെ ചൂരൽമല നമുക്കറിയാം, വളരെയധികം വിഷമം ആയിട്ടുള്ള ഒരു ദുരന്തമാണ് ഈ അടുത്ത കാലത്ത് വയനാട്ടിൽ നടന്നത്. ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബെയിലി പാലം നിർമ്മിച്ചു എന്ന് നമ്മൾ കേട്ടു അല്ലേ. നമ്മൾ വർഷങ്ങളെടുത്ത് നിർമ്മിക്കുന്ന പാലം അവര് 48 മണിക്കൂർ പോലും വേണ്ടാതെ അത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് നിർമ്മിക്കേണ്ടേ. അതിന് നേതൃത്വം നൽകിയത് ഒരു ഉദ്യോഗസ്ഥയാണ്. നമ്മൾ അവരെ TV-യിൽ കാണുന്നുണ്ടായി. അവരുടെ പേര് മേജർ സീതാ ഷെൽക്ക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ വയനാട്ടിലെ ചൂരൽമലയിൽ എന്ത് പാലം? ബെയിലി പാലം നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് മേജർ സീതാ ഷെൽക്ക. ഇനി കേരളത്തിലെ രണ്ടാമത്തെ ഫിഷറീസ് കോളേജ് പയ്യന്നൂര്. കേരളത്തിലെ രണ്ടാമത്തെ ഫിഷറീസ് കോളേജ്, ആദ്യത്തെ ഫിഷറീസ് കോളേജും ആദ്യത്തെ ഫിഷറീസ് സർവകലാശാലയും ഒക്കെ കുഫോസ്, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസ്, പനങ്ങാട്, അവിടെ തന്നെയാണ് കോളേജും. ഇനി നോക്കിയത് പയ്യന്നൂരിലല്ലേ. അപ്പോൾ വേറൊരു രീതിയിലും വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. മലബാറിലെ ആദ്യത്തെ ഫിഷറീസ് കോളേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഉത്തരം പറയാം? പയ്യന്നൂർ പറയാം. കേരളത്തിലെ ആദ്യത്തെ ഫിഷറീസ് കോളേജ് പനങ്ങാട്. കേരളത്തിലെ രണ്ടാമത്തെ ഫിഷറീസ് കോളേജ് പയ്യന്നൂര്. മലബാറിലെ ആദ്യത്തെ ഫിഷറീസ് കോളേജ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഉത്തരം പറയാ? പയ്യന്നൂര്. ക്ലിയർ ആയോ? അടുത്ത് നോക്കൂ, കുടുംബശ്രീ 2023, കുടുംബശ്രീയുടെ 2023 കലോത്സവം നടക്കുകയുണ്ടായി. ആ കലോത്സവത്തിന് ഏത് ജില്ല ഒന്നാം സ്ഥാനത്തെത്തി? കാസർഗോഡ് ജില്ല അതിന്റെ ഒന്നാം സ്ഥാനത്തെത്തി. ഏത് ജില്ലയാണ്? കാസർഗോഡ് ജില്ല. അത് എവിടെയായിരുന്നു നടന്നേ കലോത്സവം? തൃശ്ശൂരാണ് നടന്നത്. തൃശ്ശൂർ ജില്ലയിലാണ് നടന്നത്. ഇനി അതിന്റെ പേരെന്തായിരുന്നു? അരങ്ങ് 2023 ഒരുമയുടെ പലമ. അരങ്ങ് 2023 ഒരുമയുടെ പലമ എന്നാണ് അതിന്റെ പേര്. ഇനി ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരി. ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരി പേര് പഠിക്കൂ. ഗോപിചന്ദ് തോട്ടക്കുര. ഗോപിചന്ദ് തോട്ടക്കുര. എൻ്റെ ഒപ്പം പഠിച്ചു പോവാട്ടാ, ശ്രദ്ധിച്ചു കേൾക്കാം. അടുത്തത് നാഷണൽ പെൻഷൻ സ്കീമിന്റെ കീഴിൽ, നാഷണൽ പെൻഷൻ സ്കീമിന്റെ കീഴിൽ കുട്ടികളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനായി സെൻട്രൽ ഗവൺമെന്റ് ആരംഭിച്ച കുട്ടികൾക്കായുള്ള നിക്ഷേപ പദ്ധതിയുടെ പേരാണ് NPS വാത്സല്യ. എന്താണ്? NPS വാത്സല്യ. ഒന്നും കൂടെ പറയാം. നാഷണൽ പെൻഷൻ സ്കീമിന്റെ കീഴിൽ കുട്ടികളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ സെൻട്രൽ ഗവൺമെന്റ് ആരംഭിച്ച നിക്ഷേപ പദ്ധതിയുടെ പേര് NPS വാത്സല്യ എന്നാണ്. അടുത്ത നോക്കൂ, കുടുംബശ്രീയില് സാധാരണ വനിതാ കർഷകർ ധാരാളം പേരുണ്ട്. ജോലിയില്ലാത്ത ആൾക്കാരൊക്കെ അവര് കർഷകരായിട്ട് നിൽക്കുന്നുണ്ട്. കർഷകർ എന്ന് പറയുന്നതും ഒരു തൊഴിൽ തന്നെയാണ്, അല്ലാന്നല്ല. അപ്പൊ അവർക്ക് തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഈ ഓണവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് 2 പദ്ധതികൾ കുടുംബശ്രീ കൊണ്ടുവന്നു. ഒന്ന് പുഷ്പകൃഷിയാണ്, എപ്പോഴും പൂവ് ആവശ്യമുള്ളതാണ് അല്ലെ. ചെണ്ടുമല്ലി കൃഷികളൊക്കെ നമ്മൾ സ്ഥിരം കാണാറുണ്ട് ഓണവുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. അതിന്റെ പേര് നിറപ്പൊലിമ 2024. അപ്പൊ കുടുംബശ്രീ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ചേച്ചിമാര്, ലേഡീസിന് എന്താണ്, ലേഡീസ് ആവണം, പ്ലസ് അവരെന്തായിരിക്കണം? കർഷകര്. അപ്പൊ കുടുംബശ്രീ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വനിതാ കർഷകർക്ക് തൊഴിൽ ഉറപ്പാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി പുഷ്പകൃഷി പരിപാടി ഓണത്തിന് വേണ്ടി കൊണ്ടുവന്നത് നിറപ്പൊലിമ 2024. കൂടാണ്ട് വിഷരഹിത പച്ചക്കറി ആൾക്കാർക്ക് കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി കൊണ്ടുവന്ന പദ്ധതി ഓണക്കനി 2024. അപ്പൊ 2024 ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് പച്ചക്കറി ഉൽപാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയുടെ പേര് ഓണക്കനി 2024. പുഷ്പകൃഷിയുമായി ബന്ധപ്പെട്ടത് നിറപ്പൊലിമ 2024. നെക്സ്റ്റ് വൺ,
മലപ്പുറം തൂവൽത്തീരം ബീച്ചിലുണ്ടായ ബോട്ടപകടം നമ്മൾ കേട്ടതാണത്. ഒരു 22ഓളം പേര് മരിച്ചു നമ്മൾ കേട്ടു. ബോട്ടപകടത്തെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിച്ചു. പ്രീവിയസ് പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. VK മോഹൻ കമ്മീഷൻ. ആരാണ്? VK മോഹൻ കമ്മീഷൻ. വളരെ പ്രധാനം. ആ ബീച്ചിന്റെ പേര് ഇനിയിപ്പോ തൂവൽത്തീരം ബീച്ച് ഏത് ജില്ലയിലാന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ മലപ്പുറം ജില്ലയിലെ തൂവൽത്തീരം ബീച്ചിലുണ്ടായ ബോട്ടപകടത്തെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷന്റെ പേരാണ് VK മോഹൻ കമ്മീഷൻ. ഇത്രയും ക്ലിയർ ആയോ നിങ്ങൾക്ക്? വളരെ ശ്രദ്ധിച്ച് ഞാൻ പറയുമ്പോൾ ഓരോന്നും നിങ്ങൾ മനസ്സിരുത്തി കേൾക്കുക, പഠിക്കുക. ക്ലിയർ ആയല്ലോ? അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ്. എന്താണ് ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സംസ്ഥാനത്ത് കോർപ്പറേഷനുകളിൽ കോർപ്പറേഷൻ ഓഫീസുകൾ ഉണ്ടല്ലോ, അവിടെ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരാണ്. അപ്പൊ സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ്. എന്താണ് ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ്? അടുത്ത് നോക്കൂ. രാജ്യത്തിന് പുതിയതായി ഒരു ക്രിമിനൽ നിയമം നിലവിൽ വന്നത് എന്ന്. ഇന്ത്യയിൽ പുതിയതായിട്ട് ഒരു ക്രിമിനൽ നിയമം നിലവിൽ വന്നത് എന്ന് 2024 ജൂലൈ 1. 2024 ജൂലൈ 1. നെക്സ്റ്റ് വൺ. അടുത്തിടെ തീപിടുത്തമുണ്ടായ ഇന്ത്യൻ നാവികസേനയുടെ കപ്പലിന്റെ പേരെന്ത്? അടുത്തിടെ തീപിടുത്തമുണ്ടായ ഇന്ത്യൻ നാവികസേനയുടെ കപ്പലിന്റെ പേരെന്ത്? എന്താ പേര്? INS ബ്രഹ്മപുത്ര. INS ബ്രഹ്മപുത്ര. നെക്സ്റ്റ് നോക്കൂ. 2024 ജൂലൈയിൽ മൻ കി ബാത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി പരാമർശിച്ച കേരളത്തിലെ സംരംഭം ഏതാണ്? 2024 ജൂലൈ മാസത്തിൽ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ച കേരളത്തിലെ സംരംഭം ഏതാണ്? കാർത്തുമ്പി കുടനിർമ്മാണം. എന്താണ്? കാർത്തുമ്പി കുടനിർമ്മാണം. നെക്സ്റ്റ് വൺ. രാജ്യത്തെ ആദ്യത്തെ ആർട്ടിസ്റ്റ് ഡാറ്റാ ബാങ്ക് ഏത് സ്ഥാപനത്തിന് കീഴിലാണ് നിലവിൽ വന്നത്? കേരള സംഗീത നാടക അക്കാദമിക്ക് കീഴിലാണ്. രാജ്യത്തെ തന്നെ ആദ്യത്തെ ആർട്ടിസ്റ്റ് ഡാറ്റാ ബാങ്ക് ഏത് സ്ഥാപനത്തിന് കീഴിലാണ് നിലവിൽ വന്നത്? കേരള സംഗീത നാടക അക്കാദമിയുടെ കീഴിലാണ്. നെക്സ്റ്റ് വൺ. രാജ്യത്തെ ഏറ്റവും നീളമേറിയ തുരങ്ക റെയിൽ പാതയുടെ പേരെന്താ? രാജ്യത്തെ ഏറ്റവും നീളമേറിയ തുരങ്ക റെയിൽ പാതയുടെ പേര് T50. എന്താണ്? T50. ശ്രദ്ധിച്ചോളൂ. ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള പാതയിലാണ് ഈ തുരങ്ക പാതയുള്ളത്. ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള പാതയിലാണ് ഈ തുരങ്ക പാത കാണുന്നത്. നെക്സ്റ്റ് വൺ. കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെ? കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെ? കൊട്ടാരക്കര. നെക്സ്റ്റ് വൺ. മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള പുരസ്കാരത്തിന് കൊടുക്കുന്ന പേരാണ് ലോകമത് പുരസ്കാരം. എന്താണ്? മികച്ച പാർലമെന്റേറിയൻ മികച്ച നവാഗത പാർലമെന്റേറിയന് കൊടുക്കുന്ന പുരസ്കാരമാണ് ലോകമത് പുരസ്കാരം. അത് 2023 നേടിയത് ജോൺ ബ്രിട്ടാസ്. 2023 നേടിയത് ജോൺ ബ്രിട്ടാസ്. നെക്സ്റ്റ് വൺ. 2024 സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഇന്റർനാഷണൽ എയർപോർട്ട്. കേരളത്തിലെ ഇന്റർനാഷണൽ എയർപോർട്ടാണ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. ഇത്രയും ക്ലിയർ ആയോ നിങ്ങൾക്ക്? നെക്സ്റ്റ് നോക്കാട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ആരാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. നെക്സ്റ്റ് നോക്കൂ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷക. പ്രധാനം. കേരളത്തിലെ ആദ്യത്തെ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷക പത്മാലക്ഷ്മി. ആരാണ്? പത്മാലക്ഷ്മി. M. ശ്രീശങ്കർ
ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലോങ് ജംപ്. ഇതിങ്ങനെ ഞാൻ എടുത്തു പറയാൻ കാരണം അദ്ദേഹത്തിന് 2023 അർജുന അവാർഡ് കിട്ടുകയുണ്ടായി. അപ്പൊ അർജുന അവാർഡ് നേടിയ 2023 അർജുന അവാർഡ് നേടിയ മലയാളിയാണ്. അപ്പൊ അർജുന അവാർഡ് നേടിയ മലയാളികളെയൊക്കെ നമ്മൾ പഠിക്കും. അവരുടെ പ്രത്യേക കായിക ഇനം എടുത്ത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ എം ശ്രീശങ്കർ ലോങ് ജമ്പ് താരാണെന്ന് ഓർത്തു വെക്കണം കേട്ടോ. ഇനി വെസ്റ്റ് നൈൽ പനി ഈ അടുത്ത കാലത്ത് നമ്മൾ പേപ്പറിലൊക്കെ കണ്ടതല്ലേ, അത് ബാധിച്ച് മരിച്ച കേരളത്തില് ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്തത് തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ. അപ്പൊ വെസ്റ്റ് നൈൽ പനി ബാധിച്ചുള്ള കേരളത്തിലെ ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാ? തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ. ശ്രദ്ധിക്കുക. ഏഷ്യൻ മൗണ്ടെയിൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ്. എന്താണ്? ഏഷ്യൻ മൗണ്ടെയിൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിലെ എവിടെ വെച്ചാണ് നടന്നത്? ഇന്ത്യയിലെ എവിടെ വെച്ചാണ് നടന്നത്? പൊന്മുടി, തിരുവനന്തപുരം ജില്ലയിൽ കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞ? ഏഷ്യൻ മൗണ്ടെയിൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് ഇന്ത്യയിൽ വേദിയായത് അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെ വെച്ച് നടന്നു? പൊന്മുടി, തിരുവനന്തപുരം. നെക്സ്റ്റ് നോക്കൂ, നമ്മുടെ ശൈലജ ടീച്ചർ എല്ലാവർക്കും അറിയുന്നതാണ് അവരെ അല്ലെ. ശൈലജ ടീച്ചറുടെ ആത്മകഥ വളരെ പ്രധാനമാണ്, ശ്രദ്ധിക്കണം കേട്ടോ. മൈ ലൈഫ് എസ് എ കോംറേഡ്. എന്താണ്? മൈ ലൈഫ് എസ് എ കോംറേഡ്. നെക്സ്റ്റ് നോക്കൂ, അന്താരാഷ്ട്ര ഫുട്ബോൾ ദിനം മെയ് 25 ഇത് 2024 തൊട്ടാണ് UN ആചരിച്ചു തുടങ്ങിയത്. അന്താരാഷ്ട്ര ഫുട്ബോൾ ദിനം മെയ് 25 കേട്ടോ. അന്താരാഷ്ട്ര ഫുട്ബോൾ ദിനം മെയ് 25 2024 ഈ വർഷം തൊട്ട്. ഈ വർഷം ഒരു പ്രത്യേക വർഷമായിട്ട് UN പ്രഖ്യാപിച്ചു. എന്താണ്? അന്താരാഷ്ട്ര ഒട്ടക വർഷം. അപ്പൊ അന്താരാഷ്ട്ര ഒട്ടക വർഷം എന്ന 2024, അന്താരാഷ്ട്ര ഫുട്ബോൾ ദിനം എന്ന മെയ് 25. അത് ഈ വർഷം തൊട്ടാണ് തുടങ്ങിയത് കേട്ടോ. ഇനി നോക്കൂ, ഇത് നിങ്ങൾക്ക് അറിയുന്ന ചോദ്യമാണ് കേട്ടോ. മൂന്നാം മോദി മന്ത്രിസഭയിലേക്ക് സഹമന്ത്രിമാരായി ചുമതലയേറ്റ മലയാളികൾ. സുരേഷ് ഗോപി എല്ലാവർക്കും അറിയാം. അടുത്ത ആളെ ഇനി സംശയം ഉണ്ടാവുള്ളൂ ചിലർക്കൊക്കെ, രാഷ്ട്രീയ ഇഷ്ടമില്ലാത്തവരാച്ച. ജോർജ് കുര്യൻ കേട്ടോ. അപ്പൊ ജോർജ് കുര്യനും സുരേഷ് ഗോപി രണ്ടുപേരെ മൂന്നാം മോദി മന്ത്രിസഭയിലേക്ക് കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട സഹമന്ത്രിമാരായിട്ട് ചുമതലയേറ്റ ആൾക്കാരാണ്. അപ്പൊ ഇന്ന് അത്രയും ഞാൻ ഈ കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് പറയുന്നുള്ളൂ. കാരണം ചിലർ പറയാണ് കുറേ അധികം പറയുന്നുണ്ട്, അതായത് 10, 9, 60 എന്നൊക്കെ പറയുമ്പോൾ അത് അവർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് കൂടുതലിടും. അപ്പൊ കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ. അങ്ങനെ ബുദ്ധിമുട്ടി പഠിക്കരുത്, നമ്മൾ ഭംഗിയായിട്ട് പഠിക്കണം. പിന്നെ പഠനം നിങ്ങൾ ബുദ്ധിമുട്ടായിട്ട് കണക്കാക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് നേടാൻ പറ്റില്ല. എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്ത് നമ്മൾ നേടാൻ തന്നെ ശ്രമിക്കണം. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും നല്ല വിജയം നേടാനായിട്ട് സാധിക്കും. അപ്പൊ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.